എല്ലാ ഗഡീസുകൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. ഇന്ന് നമ്മുടെ മിന്നൂസ് ആദ്യമായി 5ാം ക്ലാസ്സിലേക്ക് പോണ ദിവസമാണ് കേട്ടാ. അപ്പൊ ഞങ്ങള് 3 പേര് ഒരുമിച്ചാണ് പോണത്. അപ്പൊ ആ വീഡിയോസിലാണ് കിടക്കണം കേട്ടാ. പുതിയ ബാഗും കൊടയും എല്ലാം വാങ്ങിയിട്ടാണ് പോണത് കേട്ടാ. അപ്പൊ ആള് ആദ്യമായിട്ട് സ്കൂളിൽ പോണ വീഡിയോസാണ് ഇനി ഇടാൻ പോണത്. അപ്പൊ നമുക്ക് പോയാലോ? നമുക്ക് ശരി. അപ്പൊ CNN ചേർത്തിനുള്ള ചേർപ്പ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. സ്കൂളിൽ ഫസ്റ്റ് ദിവസത്തെ ഒരു സന്തോഷം മിന്നൂസിൻ്റെ മുഖത്തുണ്ട് കേട്ടോ. ഷാലൂസും മിന്നൂസും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ എത്തി നമ്മൾ എല്ലാവരും നോക്കി നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നല്ല സരസ്വതി ദേവിയുടെ നല്ലൊരു ഫോട്ടോയും പിന്നെ വിളക്കും പറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ആനയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടു നിൽക്കാൻ. സ്കൂളിലേക്ക് ഫസ്റ്റ് തവണ വരുമ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ചയാണത്. അങ്ങനെ ഞങ്ങൾ മെല്ലെ താഴോട്ടിറങ്ങി കുട്ടികളെ വരവേൽക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായി കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ മിന്നൂസിൻ്റെ 4ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരികളെ കണ്ടുകിട്ടാം. അപ്പോൾ അവർ അവിടെ തന്നെയാണ് പഠിക്കണതെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല, വരണേന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അവിടെ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ അവർ ആ സന്തോഷത്തിൽ കണ്ട് സംസാരിച്ചു നിന്നു. അപ്പോൾ അവർ ഏത് ക്ലാസ്സിലേക്കാണെന്ന് ചോദിച്ച്, അപ്പോൾ അവർ അപ്പുറത്തെ ക്ലാസ്സിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുമിച്ചാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. മിന്നൂസ് ഡി അല്ലേ നീ? അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ക്ലാസ്സുകൾ തിരിക്കണ സമയമായിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിച്ചിരുന്ന കുട്ടികളെ ഇപ്പോൾ 5ാം ക്ലാസ്സിലത്തെ പിള്ളേരെ 6ാം ക്ലാസ്സിലേക്ക്, അപ്പോൾ ഓരോ ഡിവിഷൻ അവിടെ വിളിച്ച് പറയും. അപ്പോൾ അതിൻ്റെ ആൾക്കാർ അപ്പോൾ ആ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് അതായത് ഡിവിഷനിലേക്ക് പോവുക. അത് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലത്തെ പിള്ളേർ 7ലേക്ക് പോവുക, 7ത്തെ പിള്ളേർ 8ലേക്ക് പോവുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ അതുവരെ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മിന്നൂസിൻ്റെയൊക്കെ അവസാനമാണ് ഇത് കഴിയുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മുടെ മിന്നൂസിൻ്റെ പേര് വിളിക്കുന്ന സമയമായി തുടങ്ങി. മിന്നൂസിൻ്റെ ഇപ്പോൾ 5ാം ക്ലാസ്സിലത്താണ്. ഇപ്പോൾ ABCD. അപ്പോൾ ഡിയിലാണ് മിന്നൂസ് പഠിക്കണത്. അപ്പോൾ മിന്നൂസിൻ്റെ അവിടെ വരിയിലാണ്. അപ്പോൾ ബിയും സിയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മിന്നൂസിൻ്റെ അവിടെ വരിയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഷാലൂസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. മിന്നൂസിനെ വിളിക്കണം നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഷാലൂസൊക്കെ നിൽക്കണുണ്ടല്ലേ. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ മുന്നേ പേയും ബിയൊക്കെ കയറിപ്പോയിട്ടുണ്ട്. ഇനി ഇതേ സി ആണ് വിളിച്ചുകൊണ്ടിരിക്കണത്. അടുത്തത് നമ്മൾ ഡി ആണ് വരുന്നത്. നമ്മുടെ മിന്നൂസിൻ്റെ ടീമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഇനി അടുത്തത് മിന്നൂസാണ് കേട്ടോ. മിന്നൂസിൻ്റെ ഡി ക്ലാസ്സിലത്തെ പിള്ളേരെയാണ് വിളിക്കാൻ പോകുന്നത്. മിന്നൂസ് അവിടെ വരിയിൽ നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മിന്നൂസിൻ്റെ അതേ ക്ലാസ്സിലത്തെ പിള്ളേരെ വിളിച്ചു തുടങ്ങി. ഓരോരുത്തരുടെ പേര് വിളിക്കും, അതിനനുസരിച്ച് വരിയായി നിൽക്കും. അപ്പോൾ അങ്ങനെ മിന്നൂസിൻ്റെ ലാസ്റ്റ് പേര് വിളിച്ചു. അതിൻ്റെ ഇടയിൽ അപ്പോൾ ആൾക്ക് തപ്പലായിട്ട് അവിടെ നിന്നു. കാരണം ശീതൾ കണ്ണെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശീതൾ CK എന്നാണ് വിളിച്ചത്, ആധാർ കാർഡിലേക്ക് വിളിച്ചത് അവർ. അപ്പോൾ അവൾക്ക് തപ്പലായി. അങ്ങനെ എല്ലാ ഇതും കഴിഞ്ഞ് മിന്നൂസിൻ്റെ ടീം വരുന്നുണ്ട്. ക്ലാസ്സിലത്തെ പിള്ളേരൊക്കെ എല്ലാവരും വരിയായി വന്നുകൊണ്ടിരിക്കണം കേട്ടോ. ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ മിന്നൂസ് വരുന്നത്. മിന്നൂസിന് അവിടെ ചെറിയ തപ്പൽ വന്നു. അപ്പം അതങ്ങനെ അങ്ങനെ നമ്മുടെ മിന്നൂസിൻ്റെ ക്ലാസ് എത്തിയിട്ടാ. അങ്ങനെ 5D എത്തി. 5Dയിലേക്ക് ഇതേ മിന്നൂസ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തിങ്ങനെ നിൽക്കണം കേട്ടോ, മിന്നൂസിനൊക്കെ നോക്കിയിട്ട്. ഇനി മിന്നൂസിനെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മിന്നൂസ് അറ്റത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് ഡ്രസ് ഇട്ടത്, ആ 2 ഭാഗത്ത് കെട്ടി കേട്ടോ, മുടി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. കാരണം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയ കൂട്ടുകാരികളാണ് ഇനി ഉള്ളത്. അവരായിട്ട് പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ പുതിയ ടീച്ചർ, പുതിയ ക്ലാസ്, പുതിയ സ്കൂള്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരായിട്ട് പരിചയപ്പെട്ട് കൂട്ടുകാരികളൊക്കെ ആയിട്ട് വേണം ഇനി ഉഷാർ വരുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ എല്ലാവരും സത്യം പറഞ്ഞാൽ മരിച്ച വീട്ടിലിരിക്കണ മാതിരിയാണ് ക്ലാസ്സിലിരിക്കണത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇനി ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരുമ്പോൾ ഉഷാറായിക്കോളും. ഇപ്പോൾ നമ്മുടെ മിന്നൂസ് തന്നെ ഇരിക്കണുണ്ടായി ഞാൻ അറിഞ്ഞോടെ.
കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളോട് പോലും സംസാരിക്കുന്നില്ല. കാരണം അങ്ങോട്ട് കയറി സംസാരിക്കുന്നില്ല. ഇവിടെ ഉള്ള പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പോൾ നമ്മുടെ ടീച്ചർ ഓരോരുത്തരോട് പേര് ചോദിച്ച് എല്ലാവരും പരിചയപ്പെടാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ പേര് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടാ. അപ്പോൾ നമ്മുടെ മിന്നൂസിൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ സ്കൂളൊന്ന് ചുറ്റിക്കറങ്ങി കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഷാലൂസ് സ്കൂളൊന്ന് ചുറ്റിക്കറങ്ങി കാണിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഫോട്ടോ എടുക്കാനുള്ളൊരു ഫേസ് കണ്ടത്. അപ്പോൾ മിന്നൂസിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഒന്ന് നിർത്തി. അങ്ങനെ മിന്നൂസിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ സ്കൂളിൻ്റെ മുകളിൽ 2ാം നിലയുടെ മുകളിൽ കയറി നമ്മൾ ക്ലാസ് റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. കുട്ടിയുടെ ഒരു ആഗ്രഹമില്ല വെച്ചിട്ട് എല്ലാ റൂമുകളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ കവാടത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.